ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ധൈര്യമായിട്ടിരിക്കും കുഞ്ഞോളെ. 14 ദിവസത്തില്ലേ ജയിലിൽ വച്ചിന് ശിവദാസനെ തീർക്കാം. അതിനുള്ള പിള്ളേരെ അകത്തുണ്ട്. അവനൊന്ന് അകത്തോട്ട് എത്തിക്കോട്ടെ. റിമാൻഡിൽ പോകുന്ന ശിവദാസൻ ശവമായിട്ടേ പുറത്തേക്ക് വരൂ. ചെയ്യാം. എന്താ സംഭവിച്ചതെന്ന് ഞാൻ തിരക്കട്ടെ ആദ്യം, എന്നിട്ട് ആലോചിക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാലും ഈ വിവരം പത്രക്കാരെ അറിയിച്ചത് ആരായിരിക്കും? ഇപ്പൊ പേടിയൊക്കെ മാറിയില്ല. എന്നാലേ മോളെ ഞാൻ ഉപദ്രവിക്കുന്നുള്ള പേടി വേണം. ഉപദ്രവിക്കുമെന്ന് പറയുമ്പോഴല്ലേ പേടി. ദാ കണ്ടു. വേണ്ട, അടിക്കുന്നില്ല. അല്ലേ വേണ്ട, ഞാൻ തല്ലുന്നില്ല. ഞാൻ തൊട്ടാ അശ്രീകരായിടും. നീലാംബരി, നീ അടി. മോളെ, എന്റെ മോളെ ഒന്നും ചെയ്യരുത് നരേന്ദ്ര. വേണേൽ എന്നെ എന്ത് വേണോ ചെയ്തോ. തന്നെ എന്ത് ചെയ്യാന്? തന്റെ മുന്നിൽ വെച്ച് ഇവളെ ഞാൻ ഉപദ്രവിക്കും. ഈശ്വര, എങ്കിലേ നിങ്ങൾക്ക് വേദനിക്കൂ. ഈ 2 കൊട്ടാരത്തിൽ എത്തിക്കണം. ഇവിടെ വേണ്ട, ബാക്കിയൊക്കെ അവിടെ. ഭഗവതി, എന്റെ അച്ഛനെ രക്ഷിക്കാൻ സഹായിക്കണേ. ഇന്ന് കോടതിയിൽ കൊണ്ടുവരുമ്പോ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായിക്കണേ. കൈവിടരുതേ. താനിവിടുന്ന് നേരെ കോടതിയിലേക്കാണോ? അല്ല, അമ്മയുടെ അടുത്ത് പോയിട്ടേ പോവൂ. എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല നടക്കുന്നെങ്കിൽ അച്ഛന്റെ കാര്യം. താൻ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. വക്കീല് പറഞ്ഞ് താനും കേട്ടതല്ലേ. ഇന്ന് ദാസേറിന് ജാമ്യം കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും. എങ്കിലും സേഫാണ്. 14 ദിവസത്തെ ആ കാലാവധിയിൽ ദാസേട്ടൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റും. ഒരു കണക്കിന് വക്കീല് പറഞ്ഞ പോലെ ജാമ്യം കിട്ടാതിരിക്കുന്ന നല്ലത്. ജാമ്യം കിട്ടിയാലും വർഷങ്ങളോളം കേസ് പറയേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നിരപരാധിത്വം തെളിയിക്കുന്നതാ. യഥാർത്ഥ പ്രതി അകത്താവുകയും ചെയ്യും. പിന്നെ ആരെയും പേടിക്കാതെ നിങ്ങൾക്ക് നാട്ടിൽ പോയി പഴയ പോലെ ജീവിക്കാലോ. എന്ത് ചെയ്തിട്ടായാലും അച്ഛൻ ആപത്തൊന്നും വരരുതെന്ന് എനിക്കുള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കണോ. ഇന്നത്തോടെ എല്ലാം ശരിയാവും. താൻ ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കണ്ട് കോടതിയിലേക്ക് വാ. അപ്പോഴേക്കും ഞാൻ ജാമ്യക്കാരായിട്ട് അങ്ങ് എത്താം. താമസിക്കരുത് കേട്ടല്ലോ. എന്നാ താൻ ചെല്ല്.
കോടതിയിൽ ശിവദാസൻ ഒന്നും പറയില്ല, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ വല്ലതും പറഞ്ഞാൽ തന്നെ അത് സ്ഥാപിച്ചെടുക്കാനുള്ള തെളിവൊന്നും അവന്റെ കയ്യിലില്ല. എന്തായാലും ഇന്ന് അവനെ കോടതി റിമാൻഡ് ചെയ്യും. പിന്നെ 14 ദിവസം അവനകത്ത്. ആ 14 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യണം. കോടതിയിൽ പറഞ്ഞ ചിലപ്പോ കുഴപ്പമില്ലായിരിക്കും. അത് മറ്റുള്ളവരറിഞ്ഞ അവൻ പറയുന്നതിൽ അവർക്ക് വിശ്വാസ്യത വന്ന ഇപ്പൊ തല താഴ്ത്തി കൊമ്പിട്ട് നിൽക്കുന്നവരൊക്കെ തല പൊക്കും. എന്റെ മുൻപിൽ കൈ കെട്ടി നിൽക്കുന്നവരൊക്കെ എനിക്ക് നേരെ വിരൽ ചൂണ്ടും. ഞാൻ പറയുന്നതിനപ്പുറം മറുത്തു പറയാത്തവർ എനിക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ നിശബ്ദയാക്കും. അതിലൊക്കെ ഭേദം ഈ രമാദേവി സ്വയം ഇല്ലാതാകുന്നതാ. ചത്താലും ഒരുത്തന്റെയും മുൻപിൽ തല കുനിക്കില്ല ഈ രമാദേവി. അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് ശേഷമാ ഇതിനൊക്കെ ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം. നീ ധൈര്യമായിട്ടിരിക്കും കുഞ്ഞോളെ. 14 ദിവസത്തിനകത്തില്ലേ ജയിലിൽ വച്ചിന് ശിവദാസനെ തീർക്കാം. അതിനുള്ള പിള്ളേരെ അകത്തുണ്ട്. അവനൊന്ന് അകത്തോട്ട് എത്തിക്കോട്ടെ. റിമാൻഡിൽ പോകുന്ന ശിവദാസൻ ശവമായിട്ടേ പുറത്തേക്ക് വരൂ. ഇത് നിന്റെ ഏട്ടൻ നിനക്ക് തരുന്ന വാക്കാ. നീ സ്വയമില്ലാതാകാൻ തീരുമാനിച്ചാൽ നിന്നെ ആശ്രയിച്ചിരിക്കുന്ന ഞാൻ അടക്കമുള്ളവര് പെരുവഴിയിലാവും. അതുകൊണ്ട് നീ ഒന്നും ഓർത്ത് ആദ്യ കയറ്റണ്ട. അവന്റെ കാര്യം എനിക്ക് വിട്ടു തന്നേരെ. അതെ, അത് ഈ ഏട്ടനെ ഏറ്റു. ഞാൻ ചിന്നുവാ. അതൊക്കെ മനസ്സിലായി. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം. അതിന് നിന്റെ അച്ഛൻ എന്തോ തെറ്റ് ചെയ്തു. അതിന് പോലീസുകാർ പിടിച്ചോണ്ടുപോയി. ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? അമ്മ ആശുപത്രിയിലായതുകൊണ്ട് ഞാൻ തനിച്ചേ ഉള്ളൂ. കുറച്ചു നേരം ആശുപത്രിയിൽ വന്നൊന്ന് നിൽക്കാവോ? സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം നിന്റെ അച്ഛൻ ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തു വരരുതെന്നാ.